ഈ പുണ്യം നിറഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അത്ഭുതം നിറഞ്ഞ ചെറിയൊരു സ്വലാത്തുണ്ട്. നിങ്ങളതൊരു 10 തവണ ചൊല്ലിയാൽ മതി. 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, അത് 10 തവണ ചൊല്ലാനായിട്ട്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താ? മരിക്കുന്ന വേളയിൽ മരണവേദന പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ ഏതാഗ്രഹവും അള്ളാഹു നടത്തിത്തരും. കോടികളുടെ കടം അള്ളാഹ് വീട്ടിത്തരും. ടെൻഷൻ അള്ളാഹു ഇല്ലാതാക്കും. നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താണോ പടച്ചോനത് തരും. എങ്ങനെ ചോദിക്കണം, എങ്ങനെ ചൊല്ലണം പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉച്ചനം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ തീർത്തു തരട്ടെ. നല്ല ഹാപ്പിയസ് ലൈഫ് ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറഞ്ഞില്ലേ? പല ആളുകളും പറയുന്നുണ്ട്, ഉസ്താദേ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് പറയാൻ തുടങ്ങിയതിന് ശേഷം ജീവിതം ഇങ്ങനെ ആസ്വദിക്കുകയാണെന്നാണ്. ആ ആസ്വാദനം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച രാവിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? ഏറ്റവും വലിയ മഹത്വം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് തന്നെയാണ്, അല്ലേ? ആ സ്വലാത്ത് പോലെ പകരം വെക്കാൻ പറ്റുന്ന വേറെ എന്തുള്ളത്? സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? വെറുതെ ചൊല്ലിയാൽ പോലും അള്ളാഹ് സ്വീകരിക്കും എന്നുള്ളതാണ്, അല്ലേ? സ്വലാത്ത് വെറുതെ ചൊല്ലിയാൽ പോലും സ്വീകരിക്കും. വേറെ ഏത് അമലുണ്ട് അങ്ങനെ പറയാൻ പറ്റിയത്? വേറെ ഏതമല? ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് സ്വീകരിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എന്നാൽ ഒരു സ്വലാത്ത് എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലിയാൽ അല്ലാഹ് അത് സ്വീകരിക്കൂലേ? അത് വല്ലാത്ത പ്രണയം, വല്ലാത്ത മഹത്വം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബത്താണ് റബ്ബിൻ്റെ. പടച്ചോന് മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ടാണ് സ്വലാത്തിന് അത്രമേൽ വലിയ ശ്രേഷ്ഠത കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി നിങ്ങൾക്ക് കൂലി മാത്രം മതിയോ? ഞാൻ നിങ്ങളോട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സ്വലാത്ത് കൊണ്ട് നമുക്ക് വേണ്ടത് വെറുതെ കൂലി മാത്രമല്ല, നമുക്ക് മുത്തുനബിയെ കിട്ടണം. വേണ്ടേ? കൂലി എന്തായാലും കിട്ടും, കാരണം സ്വലാത്ത് വെറുതെ ഇല്ലാലും അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ നമുക്കങ്ങനെ വെറും പ്രതിഫലം മാത്രം പോരാ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടണം. നാളെ സ്വർഗീയ ലോകത്ത് ചെന്ന് ആ നൂറിങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിക്കണം. ഈ ദുനിയാവിൽ തന്നെ ആ നൂറിൻ്റെ പ്രകാശം ആസ്വദിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരുപാട് മഹത്വങ്ങൾ ഹദീസിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ 10 തവണ 10 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നുണ്ട്. അതുപോലെ തന്നെ 70 ഇരട്ടി എന്നുണ്ട്, 700 ഇരട്ടി എന്നുണ്ട്. ഒരു സ്വലാത്തിന് 70 ഇരട്ടി പ്രതിഫലം, 700 ഇരട്ടി പ്രതിഫലം. യാ അല്ലാഹ്! അപ്പോൾ നമ്മുടെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച് 10ഉം 70ഉം 700 ആവും. മഹബത്താണെങ്കിൽ ആ കൽബിൽ മഹബത്ത് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ചൊല്ലണതെങ്കിൽ അല്ലാഹ്, അത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര മഹത്വം അതിനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ തള്ളിക്കളയൂലല്ലോ. നമ്മൾ പഠിച്ച ഈ മഹത്വങ്ങൾ മാത്രമൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ചില മാലാകമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചില മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ മഹത്വം നമുക്ക് കിട്ടണമെങ്കിൽ ഏത് സ്വലാത്ത് നമ്മൾ ചൊല്ലേണ്ടത് അത് നമുക്ക് ലാസ്റ്റ് പറയാം. 4 മലക്കുകൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയാണ്. ഏതൊക്കെയാണ് 4 മലക്കുകൾ? ആരൊക്കെയാണ്? അത്താനി ജിബ്രീൽ വ മീകായിൽ വ ഇസ്രാഫീൽ വ അസ്രായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. സുബ്ഹാനക യാ റബ്ബ്. 4 വമ്പന്മാരായ മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. മീകായിൽ അലൈഹിസ്സലാം കാറ്റ്, ഇടി തുടങ്ങിയ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. അതുപോലെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിലൂതുന്ന മലക്കാണ്. അസ്രായിൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മാലാകയാണ്. സയ്യിദുനാ അസ്രായിൽ അലൈഹിസ്സലാം. മരണത്തിൻ്റെ മാലാകയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം പറയാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? അത് അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അസ്രായിലിന് തോന്നുമ്പോൾ അത് നമ്മുടെ റൂഹൊന്നും പിടിക്കാൻ പറ്റില്ല. അള്ളാഹുവാണ് കൽപ്പിക്കുന്നവൻ. റൂഹ് എടുക്കുന്നവനും റൂഹ് തരുന്നവനും എല്ലാം അള്ളാഹുവാണ്. അസ്രായിൽ ഒരു കാരണം മാത്രമാണ്. അപ്പോൾ ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ തിരുദൂതരെ, ഒരാൾ 10 സ്വലാത്ത് അങ്ങയുടെ മേൽ ചൊല്ലിയാൽ, എങ്ങനെ
10 സ്വലാത്ത്, ഏത് സ്വലാത്ത് നമുക്ക് ലാസ്റ്റ് പറയാട്ടോ, 10 സ്വലാത്ത് അങ്ങയുടെ മേൽ ചൊല്ലിയാൽ അന ആഖിദും ബിയദി, അവൻ്റെ കൈ ഞാൻ പിടിക്കും നബിയെ. ആരാ പറയണേ? സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. കൈ പിടിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് ഷെയ്ഖ് ഹാൻഡ് തരും എന്നൊന്നുമല്ല. നമ്മളിങ്ങനെ വല്ലാത്തൊരു ഘട്ടത്തിൽ സിറാത്ത് പാലത്തിൽ ഇങ്ങനെ താഴേക്ക് പോകുമോ എന്ന് ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ മിന്നൽ വേഗത്തിൽ നമ്മളെ കൈയും പിടിച്ചുകൊണ്ട് ജിബ്രീൽ പോകും അങ്ങ് സ്വർഗത്തിലേക്ക്. അലൈഹി സ്വലാത്തു വസ്സലാം. സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈ പിടിക്കാനുള്ള ഭാഗ്യം കിട്ടും. നമ്മളെ താങ്ങിയെടുക്കും ജിബ്രീൽ. ഡെയിലി ഒരു 10 സ്വലാത്ത് ഡെയിലി സുബ്ഹാനക യാ റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാം താങ്ങിയെടുക്കും. ഉടനെ മികായിൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഒരാൾ 10 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാൽ അങ്ങയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ അവന് കോരിക്കൊടുക്കും നബിയേ. യാ റബ്ബി, ഹൗദുൽ കൗസർ കുടിച്ചാൽ പിന്നെ അവന് ദാഹമില്ല, പിന്നെ അവന് വിശപ്പില്ല, പിന്നെ സുഖം മാത്രം. ഹൗദുൽ കൗസർ ഒരാൾക്ക് കിട്ടി ഉറപ്പിച്ചവന് സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് പോകണവർക്കല്ലേ ഹൗദുൽ കൗസർ കൊടുക്കുള്ളൂ. അത് മീകായിൽ അലൈഹിസ്സലാം കോരിത്തരും. നമ്മളീ പറയാൻ പോണ സ്വലാത്തൊരു 10 ചൊല്ലിയാൽ മതി ഡെയിലി. 2 മിനിറ്റ് പോലും വേണ്ട, 2 മിനിറ്റ് വേണ്ട. നമ്മൾ ചൊല്ലാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം? മീകായിൽ അലൈഹി സ്വലാമിൻ്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ. ഉടനെ മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാം ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അതൊന്നുമല്ല ചെയ്യണത്. 10 സ്വലാത്ത് ഡെയിലി ചൊല്ലുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ നാളെ ഖിയാമത്ത് നാളിൽ പടച്ചോൻ്റെ മുമ്പിൽ സുജൂദിൽ കിടക്കും. ഞാനിങ്ങനെ സുജൂദിൽ കിടക്കും, ഞാൻ എഴുന്നേക്കൂല. അവസാനം എൻ്റെ റബ്ബ് എന്നെ വിളിക്കും, ഇസ്രാഫീൽ എഴുന്നേക്ക്, എന്താ വേണ്ടത്? പടച്ചോനെ, ഇന്നാലിന്ന സ്വലാത്ത് 10 തവണ ചൊല്ലിയ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ഞാൻ ദ്വാരക്കും. അല്ല പുറത്തു തന്നു എന്ന് പറയുന്നത് വരെ ഞാൻ ആ സുജൂദിൽ ഇങ്ങനെ കിടക്കും. അള്ളാഹു പുറത്ത് തരുമ്പോഴേ ഞാൻ ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും നബിയെ. അങ്ങയുടെ സ്വലാത്ത് ചൊല്ലുന്നവന് വേണ്ടി ഞാൻ കിടക്കും സുജൂദിൽ. സയ്യിദുന ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഉടനെ 4ാമത്തെ മലക്ക് സയ്യിദുന അസ്റായീൽ മലക്കുൽ മൗത്ത്, അല്ലേ? സയ്യിദുന അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുൽ മൗത്ത് പറയാണ്, ഞാൻ 10 സ്വലാത്ത് ദിവസം ചൊല്ലുന്ന മനുഷ്യൻ്റെ റൂഹ് പിടിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ നബി? അമ്പിയാക്കളുടെ റൂഹ് പിടിക്കേണ്ടത് പോലെ പിടിക്കും, വേദന അറിയാതെ. വളരെ വളരെ സോഫ്റ്റായിട്ട് ഞാൻ കൈകാര്യം ചെയ്യും നബിയെ. അത്ര ഞാൻ ആ മനുഷ്യനെ ബഹുമാനിക്കും. സയ്യിദുന അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇതെന്തൊരു മഹത്വമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതെന്തൊരു മഹത്വമാണ്. ജിബ്രീൽ അലൈഹി സ്വലാം നമ്മുടെ കൈ പിടിക്കും. അതുപോലെ മീകായിൽ അലൈഹി സ്വലാം നമുക്ക് ഹൗദുൽ കൗസർ കോരിത്തരും. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി സുജൂദിൽ കിടക്കും. അസ്റായീൽ അലൈഹി സ്വലാം വേദനയില്ലാതെ റൂഹ് പിടിക്കും. അപ്പോൾ മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് 10 സ്വലാത്ത് ദിനേന ചൊല്ലുന്നവർക്കാട്ടോ ഈ മഹത്വമൊക്കെ ലഭിക്കണത്. അപ്പോൾ ഇനി പറയാം, ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്? എടോ, ഏത് സ്വലാത്തും ചൊല്ലാം, ഏത് സ്വലാത്തും, നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്തും. എനിക്ക് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് അറിയുള്ളൂ, മതി. ഡെയിലി ഒരു 10 ചൊല്ലിക്കോ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കൂലേ. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പ്രത്യേകം ചൊല്ലണം എന്ന് പറയാൻ കാരണം, അതുപോലെ വരുന്ന വെള്ളിയാഴ്ച പകലിൽ പ്രത്യേകം ചൊല്ലണം എന്നൊക്കെ പറയാൻ കാരണം എന്താ? മുത്തുനബി നേരിട്ട് കാണുകയെന്നേ. നമ്മളിങ്ങനെ ചൊല്ലുന്ന സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കാണും. മുത്തുനബി അത് കണ്ടിങ്ങനെ സന്തോഷിക്കും. അല്ലാ, ആ സമയത്ത് നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നത് എൻ്റെ മുത്തുനബി കാണുകയാണെന്ന ബോധ്യത്തിൽ ചൊല്ലുമ്പോൾ എന്തൊരു ആനന്ദമായിരിക്കും. അങ്ങനെയല്ലേ? അല്ലേ? നമ്മളിങ്ങനെ മുത്തുനബി കാണുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചൊല്ലുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. ആ അനുഭൂതി ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ സദസ്സിൽ തന്നെ നമുക്കൊരു 10 സ്വലാത്ത് ചൊല്ലിയാലോ? നിങ്ങളൊക്കെ റെഡിയല്ലേ? ഒരല്പം ബൈത്ത് കൂടെ ചൊല്ലാം, അല്ലേ? മനസ്സറിഞ്ഞ് ചൊല്ലണം. നിങ്ങൾ ജവാബ് ചൊല്ലിയാൽ മതി. ലീ ശൗഖുൻ ലാ യദ്രീഹി ഇല്ലാ മൻ യസ്കുനു ഫീഹി ഉബ്ദീഹി ഔ ഉഖ്ഫീഹി هو ملك رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أوقفت العمر عليه بمديح بين يديه فوّلت الأمر إليه فاختر لرسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه
ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ ജിബ്രീൽ അലൈഹിസ്സലാം കൈപിടിക്കും, മീകായിൽ അലൈഹിസ്സലാം ഹൗദുൽ കൗസർ കോരിത്തരും, ഇസ്രാഫീൽ അലൈഹിസ്സലാം നമുക്ക് വേണ്ടി സുജൂദിൽ കിടക്കും, അസ്റായീൽ അലൈഹിസ്സലാം വേദനയില്ലാതെ റൂഹ് പിടിക്കും. ഇതൊക്കെ ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല ടെൻഷൻ മാറുമെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ നന്നാകണോ, കടം വീടണോ, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടണോ, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കണോ, എന്ത് പ്രശ്നം, ഗർഭിണിയാണ് ഉസ്താദേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എടോ അല്ല മാറ്റിത്തരും. സ്വലാത്ത് മുറുകെ പിടിച്ചോ, സ്വലാത്ത് മുറുകെ പിടിച്ചോ. അസ്സലാത്തു അലൻ നബി, മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് എല്ലാത്തിനും മരുന്നാണ്. ആ മരുന്ന് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ, മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് സയ്യിദുന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അല്ലേ? ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ദാവൂദ് നബിയുടെ മുഅ്ജിസത്തിൽ ഏതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ദാവൂദ് നബിയുടെ മുഅ്ജിസത്തിൽ ഏതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. ഈ പഠിച്ചതുപോലെ സ്വലാത്ത് ചൊല്ലാൻ തൗഫീക്ക് നൽകണയല്ല. മുത്ത് റസൂലിൻ്റെ തിരുനോട്ടം നൽകണയല്ല. അവിടത്തോടുള്ള മഹബത്ത് തരണയല്ല. ടെൻഷൻ അകറ്റണയല്ല. സമാധാനം തരണയല്ല. മക്കളെ തരണയല്ല. ഉള്ളവരെ സ്വാലിഹീങ്ങളാക്കണയല്ല. സുഖപ്രസവം നൽകണയല്ല. കടക്കണിയിൽ നിന്ന് കൈപിടിക്കണയല്ല. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്യണയല്ല. പടച്ചവനെ പെട്ടുപോയവരുണ്ട് പലയിടങ്ങളിലും, നീ മോചനം നൽകണയല്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, എക്സാമിന് പ്രിപ്പയർ ആകുന്നവർ, ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തവർ, അങ്ങനെ തുടങ്ങി അഖാമക്ക് വേണ്ടി അപ്ലൈ ചെയ്തവർ, എല്ലാം നീ എളുപ്പമാക്കണയല്ല. ജയിലിൽ പെട്ടുപോയവരുണ്ട്, മോചനം നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അഹ്ലുകാർ, സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. പടച്ചവനെ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, പെട്ടെന്ന് വിളിക്കല്ലയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണയല്ല. അവസാനം ഈമാൻ സലാമത്താക്കി തരണയല്ല. ഈ സ്വലാത്തിൻ്റെ ഗുണം മരണവേളയിലും ആസ്വദിക്കാൻ, നാളെ മഹ്ശറിലും ആസ്വദിക്കാൻ, ദുനിയാവിൽ തന്നെയും ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. മദീന കാണാതെ മരിപ്പിക്കല്ലയല്ല. ഈ സ്വബാഹുൽ ഖൈർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ അഹ്ലുകാരെ നീ ചേർത്ത് പിടിക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.